യേശുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് ദിനത്തിൻ്റെ രാത്രി തന്നെ ഹെറോദോസ് രാജാവ് 3 വയസ്സിനും താഴെയുള്ള കുട്ടികളെ കൊല്ലുവാനായിട്ട് ആജ്ഞാപിച്ചു, കൽപ്പന പുറപ്പെടുവിച്ചു. യോസേപ്പിതാവും മറിയവും ഉണ്ണിയേശുവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ദൈവത്തെ ഈ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്തിട്ട് ആ ദൈവത്തിന് പോലും ഒരു സ്വസ്ഥതയില്ല. ആ കുടുംബം, ദൈവമുള്ള കുടുംബത്തിന് പോലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. പലപ്പോഴും നമ്മൾ പറയും, എത്ര നല്ലൊരു ആ കുടുംബത്തിൽ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? എന്തൊരു നല്ല മാതാപിതാക്കള്. എന്നിട്ട് ആ ചെറുക്കൻ വന്ന് ചെയ്ത തെറ്റ് കണ്ടോ? ആ ചെറുക്കൻ വേറെ ഒരു മതത്തിലുള്ളൊരു പെൺകുട്ടിയെ പോയി വിവാഹം ചെയ്തു, അല്ലെങ്കിൽ അവൻ ഒരു ധൂർത്തനായി, അല്ലെങ്കിൽ മദ്യപാനിയായി, പഠനം മുടങ്ങി. അങ്ങനെ ഒരുപാട് തകർച്ചകളും വേദനകളും നല്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ, നല്ല കുടുംബത്തിൽ കാണുമ്പോൾ പല മനുഷ്യരും പറയുന്നതാണ്. അപ്പം നമ്മൾ ഈ തിരുവചനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയും, എത്ര പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ഗർഭം ധരിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകി. വിശുദ്ധ ഔസേപ്പിതാവ് നീതിമാനായിരുന്നു. എന്നിട്ട് അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കുകയും, പൊക്കിൾ കൂടി മുറിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പേ പലായനം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അതിനർത്ഥം എന്തെന്നാണ്? വേറിട്ട ഒരു വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മക്കളെ അനുവദിക്കുന്നു. വേദനയോടെ പിഞ്ചൊല്ലുവാൻ ചില വഴികൾ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്. വേദനയോടെ ഈ വഴി നീ പിന്തുടരണം. ഭാരമേറിയ ഒരു കുരിശ് നിന്റെ തോളിൽ ദൈവം വെച്ച് തരികയാണ്. ചോദിക്കാൻ ഒന്നുമില്ല, നിശബ്ദമായി സഹിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്ന ചില നിമിഷങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോഴിങ്ങനെ ഓരോ ദുരിതവും ദുഃഖവും സങ്കടവും സഹനവും ബാധ്യതയും പ്രശ്നങ്ങളും ജോലിയില്ലാത്ത അവസ്ഥയും അപമാന ഭാരവും ഒക്കെ കാണുമ്പോൾ തകർന്നു പോകുമ്പോൾ ഓർക്കണം, ഈശോ ജനിച്ച ദൈവമുള്ള ഭവനത്തിൽ പോലും ഇത്രയും വലിയൊരു അപകടവും ആപത്തും വന്നപ്പോഴും അവർ വേറിട്ട ഒരു വഴിയേ നടന്നുപോയി. വേദനയോടെ അത് പിഞ്ചുന്നു, കാരണം ഭയമാണ്. പക്ഷെ എങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ ഉള്ളത് ഈ ദൈവമാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തെ ഇപ്രകാരം പറയുന്നത്, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നിൻ്റെ വേദനയിൽ, നിൻ്റെ ദുഃഖത്തിൽ, നിൻ്റെ സങ്കടത്തിൽ നിന്നോടൊപ്പം ആ ദൈവമുണ്ട്. കഷ്ടതയുടെ ക്ലേശത്തിൻ്റെ ജലം നിനക്ക് തന്നാലും നിൻ്റെ ദൈവം നിന്നെ മറഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഈ ബോധ്യത്തോടു കൂടി നമ്മുടെ സഹനങ്ങളിൽ കർത്താവിനെ മുറുകെ പിടിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവമുള്ള ആ ഭവനത്തിൽ പോലും ഏറെ സങ്കടവും സഹനവും വേദനയും അനുഭവിക്കുവാൻ ഇടവരുത്തിയെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സഹനങ്ങൾ ഞങ്ങൾക്കുണ്ടാകും, അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയെ, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആശ്വാസം ചൊരിയണമേ എന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മനുജനായി ഭൂവിലവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോജ്യവുമാ ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിലവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, മനുജനായി ഭൂവിലവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോജ്യവുമാ ഈ ഉലകത്തിൻ ജീവനാ വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. അബ പിതാവേ ദൈവ
ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.